ഞാൻ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ഉറപ്പുവരുത്തണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ആ ഹെൽമെറ്റ് ഇട്ട് നോക്കുക. ആ ഹെൽമെറ്റ് ഇടുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ രണ്ട് സ്ട്രാപ്പും ഒന്നിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നമ്മൾ ഹെൽമെറ്റ് ഇങ്ങനെ ഇടുന്ന സമയത്ത് ഹെൽമെറ്റ് ഒരിക്കലും ഈസി ആയിട്ട് ഇറങ്ങി പോകുന്ന ഒരു ഹെൽമെറ്റ് ആയിരിക്കരുത്. ഓക്കെ, ആദ്യം തന്നെ അത് ശ്രദ്ധിക്കണം. നമ്മളൊന്ന് ബലം പ്രയോഗിച്ച് നമ്മളൊന്ന് ഇടുന്ന രീതിയിലായിരിക്കണം ഹെൽമെറ്റ്. നമ്മൾ പിന്നെ പിടിച്ച് ജസ്റ്റ് ഇന്നിങ്ങനെ വിൽക്കുമ്പോൾ തന്നെ നല്ല ഈസി ആയിട്ട് ഇറങ്ങി പോകുന്ന ഹെൽമെറ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് ലൂസായിട്ടുള്ള ഹെൽമെറ്റാണ് വാങ്ങിക്കരുത്. രണ്ടാമത്തെ കാര്യം, ആ ഹെൽമെറ്റ് നിങ്ങൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ നെറ്റിയുടെ ഈ ഒരു ഏരിയയിൽ ഹെൽമെറ്റിൻ്റെ ആ ഒരു ഫ്രണ്ട് ഏരിയ ഇങ്ങനെ നിൽക്കുള്ളൂ. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വിരലൊന്ന് ഇങ്ങനെ വെച്ച് നോക്കുക. നമ്മുടെ വിരൽ ഇതിനുള്ളിലോട്ട് ഈസി ആയിട്ട് കയറി പോവുകയാണെന്ന് വിചാരിക്കുക, വാങ്ങിക്കരുത് ആ ഹെൽമെറ്റ്. നിങ്ങൾക്ക് ആ ഹെൽമെറ്റ് ലൂസാണ്. പിന്നെ നമ്മുടെ ഈ ഒരു ചീക്ക് പാഡ്സ്, ഈ പാഡ്സ് രണ്ടും നമ്മുടെ മുഖത്ത് നല്ല സ്നാപ്പ് ഫിറ്റായിട്ട് നിൽക്കണം. അതായത് ഈ ഒരു രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ അനക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല ഫിറ്റായിട്ട് നിൽക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് അനക്കി നോക്കുക. ഈ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെങ്കിൽ ഹെൽമെറ്റ് അനങ്ങൂല എന്ന് വെച്ചാൽ വലിയ രീതിയിൽ കിടന്ന് ആടിക്കളിക്കൂല. അത്യാവശ്യം ഈ ഒരു രീതിയിൽ ടെസ്റ്റിങ്ങിന് ഇങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ലൂസാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഹെൽമെറ്റ് വാങ്ങിക്കരുത്.